നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് റെയിൻ ബസേരെ മേൽ. ഇത് എഴുതിയിരിക്കുന്നത് അമൃതലാൽ വേഗഡ് ആണ്. ഇത് ഒരു പദയാത്രയാണ്, അതൊരു കാൽനട യാത്രയെക്കുറിച്ചുള്ള പാഠഭാഗമാണ്. അപ്പൊ അദ്ദേഹം നർമ്മദാ തീരത്തേക്ക് നടത്തിയ ഒരു പദയാത്രയാണ്. അതിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ റെയിൻ ബസേര എന്ന് പറഞ്ഞത് തന്നെ അതിന്റെ അർത്ഥം രാത്രി ഷെൽട്ടർ എന്നാണ്. രാത്രി ഷെൽട്ടറിൽ, ഇപ്പൊ രാത്രി കാലത്ത് താമസിക്കാനുള്ള ഷെൽട്ടറുകളെ കുറിച്ചാണ്. അപ്പൊ ഇതില് കുറെ കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ഇതിന്റെ ലേഖകൻ തന്നെയായ അമൃതലാൽ വേഗഡ്, പിന്നെ അദ്ദേഹത്തിന്റെ സഹായിയായ ചോട്ടു, പിന്നീട് അപ്രതീക്ഷിതമായിട്ട് അവരുടെ ആ ഒരു ദിവസത്തിലേക്ക്, ആ ഒരു രാത്രി കടന്നു വരുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യൻ, ഏക് പാഗൽ ആദ്മി, പിന്നീട് അവസാന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടിയ ഈ ഭ്രാന്തനായ മനുഷ്യന്റെ മകൻ, ഒരു ചെറുപ്പക്കാരനായ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ട് 4 കഥാപാത്രമാണുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള ഗദ്യഭാഗങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഥാപാത്രങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാര്യം കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷത നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ പറഞ്ഞ വാക്യങ്ങൾ, അവർ ആ കഥാ സന്ദർഭങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം ഗദ്യഭാഗങ്ങളിൽ കൂടുതലായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ക്രമബദ് കർക്കെ ലിഖേം, അതായത് ഘടനാവോങ്കോ ക്രമബദ് കർക്കെ ലിഖേം എന്ന് പറയുന്ന ഒരു ചോദ്യം വരാറുണ്ട്. സംഭവവികാസങ്ങൾ, ഒരു പൗരപാഠത്തിലെ സംഭവവികാസങ്ങൾ ക്രമം തെറ്റിച്ച് നമുക്ക് തരും. അത് നമ്മൾ ക്രമമാക്കി എഴുതണം. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പാഠഭാഗം തുടക്കം മുതൽ അവസാനം വരെയും കഥാപാത്രങ്ങളുടെ ഓരോ പ്രവൃത്തികളും അവരുടെ സംഭാഷണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിക്കണം എല്ലാവരും, തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ മിക്കുള്ള ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഏകദേശം ഒന്ന് വായിച്ചു വെക്കും പാഠം, ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അത് പോരാ, തുടക്കം മുതൽ അവസാനം വരെയും പുസ്തകം 1, 2, 3 തവണ വായിച്ച് മനസ്സിലാക്കി വേണം പരീക്ഷയ്ക്ക് പോകാൻ. പിന്നീട് ഈ കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതും ഓരോന്നോരോന്നായി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീടുള്ളത് ചെറിയ ചോദ്യങ്ങൾ, വളരെ ചെറിയ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഉദാഹരണത്തിന് അപരിചിത് നേ കിസ്കെ പൈർ ദബായ്, ഈ അപരിചിതനായ ആ ഭ്രാന്തനായ മനുഷ്യൻ ആരുടെ കാലുകളാണ് അമർത്തിയത്? അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്കറിയാം. നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ടുള്ള ആൻസർ ആണ്. ആരുടെ കാലാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്ഷനൊക്കെ തരാം. ലേഖക് കെ, ചോട്ടു കെ, ബേട്ടെ കെ, അങ്ങനെ പല ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ തരാനും ചോദിക്കാം. അപ്പൊ നമുക്കറിയാം ലേഖകന്റെ കാലുകളാണ് അദ്ദേഹം ഇങ്ങനെ അമർത്തി കൊടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം, ഓരോ മാർക്കിന് ചോദിക്കാം. പിന്നീട് ആദ്മീനെ ലേഖക് കെ ഹാത്ത് മേ ക്യാ രഖാ, ആ മനുഷ്യൻ തന്നെ നമ്മുടെ ലേഖകന്റെ കയ്യിൽ എന്താണ് വെച്ചു കൊടുത്തത് എന്നൊരു ചോദ്യം. അപ്പൊ നമുക്കറിയാം മുഷ്ടിയിൽ എന്താണ് വെച്ചു കൊടുത്തെന്നുള്ളത് 20 പൈസ കാ സിക്ക എന്നുള്ളതാണ് അതിന്റെ ആൻസർ, 20 പൈസ നാണയം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് വായിച്ചു വെക്കുക. പിന്നീടുള്ളത് ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ നമ്മളിപ്പം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പാഠഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് റെയിൻ ബസേരെ മേൽ. അതായത് നമ്മൾ അഭ്യാസം വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ബാത്ചീത് ലിഖേം അല്ലെങ്കിൽ വാർത്താലാപ് ലിഖേം, രണ്ടും ഒന്ന് തന്നെയാണ്. സംഭാഷണം തയ്യാറാക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ചോട്ടുവും ലേഖകനും തമ്മിലുള്ള സംഭാഷണമാണ്. അവസാന ഭാഗത്ത്, അതായത് ഈ ഭ്രാന്തനായ മനുഷ്യൻ പാഗൽ ആദ്മി പുറത്ത് പോയതിന് ശേഷമുള്ള സംഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചു വയ്ക്കുക. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സംഭാഷണം. അപ്പൊ ഇതേ സംഭാഷണം തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. സന്ദർഭം അനുസരിച്ച് എഴുതാൻ നിങ്ങൾ പഠിക്കണം. കഥാപാത്രങ്ങൾ മാറി മാറി വരാം സംഭാഷണത്തിൽ. അതേപോലെ തന്നെ ലേഖകന്റെ ഡയറി ചോദിക്കാം. പിന്നെ ആ പാഗൽ ആദ്മി, ആ ഭ്രാന്തനായ മനുഷ്യന്റെ ഡയറി എഴുതാൻ ചോദിക്കാം. അപ്പൊ ഓരോ സന്ദർഭമാണ്, പ്രസംഗം എന്നാണ് സന്ദർഭത്തിന് നമ്മൾ ഇന്ത്യയിൽ പറയുന്നത്. ഓരോ പ്രസംഗത്തിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കാൻ പഠിക്കണം. അപ്പൊ ഡയറി ചോദിക്കാം. പിന്നീട് കത്ത്, അപ്പൊ ഈ സംഭവവികാസങ്ങളെ കുറിച്ച് ലേഖക് അപ്പനെ മിത്രക്കെ നാം പത്ര ലിഖാ ഹേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കത്ത് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടി വരും. അതേപോലെ തന്നെ ഇതിനകത്ത് പട്കഥ,
തിരക്കഥ എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വർക്കാണ്. റെയിൻ ബസേരി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എടുക്കുമ്പം അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് പറയാവുന്ന ഒരു വർക്കാണ് പട്കഥ തയ്യാർക്കരയും. തിരക്കഥ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ തിരക്കഥ തയ്യാറാക്കാൻ നമുക്കറിയാം, ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിന്റെ പ്രക്രിയ പൂർത്തീകരിക്കണം. ദൃശ്യം എഴുതണം, ഏത് ദൃശ്യമാണെന്നുള്ള കറക്റ്റ് നിങ്ങൾ എഴുതണം. സന്ദർഭം എഴുതണം. ഇതിൽ ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് എഴുതണം. കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി എഴുതുക. അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ എഴുതാം, വേഷഭൂഷ. അതേപോലെ തന്നെ വയസ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ലേഖകന്റെ വയസ്സ് 50 സാൽ, 50 വയസ്സ്, ചോട്ടുവിന്റെ വയസ്സ് 20 വയസ്സ്, 20 സാൽ, അങ്ങനെ വേണം എന്ത് വേണം നമുക്ക് എഴുതാം. അപ്പൊ വയസ്സ് നമുക്ക് ഇതിനകത്ത് അറിയില്ല എങ്കിലും നമുക്ക് സങ്കല്പിച്ച് എഴുതാൻ പറ്റും. പിന്നീട് ആ സന്ദർഭമെല്ലാം എഴുതിയതിനു ശേഷമാണ് കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലേക്ക് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്, തിരക്കഥ തയ്യാറാക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഏത് സന്ദർഭത്തിലാണ് പട്കഥ എന്നുള്ളത് നോക്കി വേണം അതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എഴുതാം. പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതില് ഗുരുക്കന്മാരെ വന്ദിക്കുന്ന രീതി, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ പൂജിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ പലതരത്തിൽ ഇപ്പൊ മൊമെന്റോ കൊടുക്കാറുണ്ട് ഗുരുക്കന്മാർക്ക്. ഒരുപാട് തവണ നമ്മുടെ ലേഖകനും ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഭ്രാന്തനായ മനുഷ്യൻ ആ രാത്രി നൽകിയ 20 പൈസ നാണയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം എന്ന് ഇതിൽ നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തില് ഗുരുപൂജ മഹോത്സവ് കെ ബാരേമേയും പോസ്റ്റർ തയ്യാർ കരേം എന്ന് ചോദിക്കാം. ഒരു ഗുരുപൂജ മഹോത്സവം നമ്മുടെ സ്കൂൾ നടക്കുന്നു എന്ന തരത്തിൽ അതിനെക്കുറിച്ച് ഇസ്കി സൂചന ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേം എന്ന് ഒരു ചോദ്യം ഉണ്ടാകാം. അപ്പൊ 4 മാർക്കിനാണ് സാധാരണ പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന ഏതാണോ പ്രധാനപ്പെട്ട വിഷയം അത് ബോൾഡാക്കി എഴുതണം. പിന്നെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള വലുപ്പം തന്നെ കൊടുത്ത് എഴുതണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോക്സിലാക്കുകയും വേണം. അപ്പൊ ഇതൊക്കെയാണ് പോസ്റ്ററിന്റെ കാര്യം പറയാനുള്ളത്. കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കണം. പിന്നീട് ഷോർട്ട് ക്വസ്റ്റിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. പുസ്തകത്തിലുള്ള അഭ്യാസത്തിലുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതാണ് ചോദിക്കുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. എല്ലാ തരത്തിലും നിങ്ങളത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. പിന്നീട് ഒരു പ്രത്യേക തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് മുഹാവര എന്ന് പറഞ്ഞിട്ട് ശൈലികൾ കുറെ നമുക്ക് ഈ പാഠത്തിൽ വരുന്നുണ്ട്. ഊൽ ജലൂൽ ബക്കിന, ബേസിർ പൈർക്ക സവാൽ കർണ, ദൗസ് സഹന, ഗുദ്ധി സുൽച്ചാന, ഇങ്ങനെ വരുന്ന ഒരു ശൈലികളുണ്ട്. മുഹാവരെ എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ അർത്ഥങ്ങൾ, ഹിന്ദിയിലെ അർത്ഥങ്ങൾ കൂടി പഠിച്ചു വെക്കണം. അത് ചോദിക്കാം, ചേരുമ്പടി ചേർത്ത് എഴുതാനൊക്കെ ചോദിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഉൽ ജലൂൽ ബക്കിനെ ലഗ എന്ന് പറഞ്ഞാൽ ബേക്കാർ കി ബാത്തേ ഗഹന എന്നാണ്. ബേക്കാർ കി ബാത്തേ ഗഹന എന്ന് വെച്ചാൽ വെറുതെ കാര്യങ്ങൾ പുലമ്പുക, പരസ്പര ബന്ധമില്ല സംസാരിക്കുക എന്നുള്ളത്. പിന്നീട് അടുത്തത് ബേസിർ പൈർക്കെ എന്ന് പറയുന്ന ഒരു അതുകൊണ്ട് സവാൽക്കർണ എന്ന് പറയുന്നത്, അതും ഏതാണ്ട് ഇതേ മീനിങ് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ നമ്മൾ തലയും വാലും ഇല്ലാതെ എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെയുള്ള മീനിങ് ചോദിക്കാം. അതാർക്കിക് പ്രശ്ന പൂച്ചന എന്നുള്ളതാണ്. പിന്നീട് ധൗ സഹന അല്ലെ ധൗം സഹന എന്ന് പറയുന്നത് ധംകി സഹന എന്നുള്ളതാണ്. ഭീഷണിയാണ്, ഭീഷണി സഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ധംകി ഭീഷണി. അതേപോലെ ധീരെ ധീരെ ഗുദ്ധി സുലച്ചനയിലേക്ക്, ഗുദ്ധി സുലച്ചന എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് സമസ്യക്ക സമാധാൻ ഹോന. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക, അതാണ് ഗുദ്ധി സുലച്ചന എന്ന് പറഞ്ഞാൽ സമസ്യക്ക സമാധാൻ. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഹിന്ദി മീനിങ്ങും മലയാളം അർത്ഥവും രണ്ടും പഠിച്ചിരിക്കണം. അതും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നാണ്. പിന്നീട് നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ച പോലെ തന്നെയാണ് വിശേഷണ ശബ്ദങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അത് 1 മാർക്കിന് ഉറപ്പായും ചോദിക്കും. വിശേഷണ ശബ്ദങ്ങൾ ഈ പാഠത്തിലുള്ള എല്ലാ വിശേഷണങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഉറപ്പായും ചോദിക്കും, മറന്നു പോകണ്ട. ഇവിടെ തന്നെ കുറെ തന്നിട്ടുണ്ട്. അപൂർവ്, വിചിത്ര, ഇങ്ങനെയുള്ള കുറെ വിശേഷണ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം.
അത് പല തരത്തിലായിരിക്കും ചോദിക്കുന്നത്, 1 മാർക്കിനായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നീട് നേരത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ശരി തെറ്റ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു തന്നെയാണ്. സഹി പ്രസ്താവ ചുൻകർ ലിഖേം, ഗദ്യഭാഗം ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അത് ചോദ്യം ഉണ്ടാവും. ശരിയായ പ്രസ്താവന എടുത്തെഴുതാൻ ചോദിക്കും. ഒരു 5 സെന്റൻസ് തന്നിട്ട് അത് 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 3 എണ്ണം സഹി പ്രസ്താവായിരിക്കും, 3 എണ്ണം ശരിയായിട്ടുള്ള പ്രസ്താവനയായിരിക്കും, 2 എണ്ണം തെറ്റായിരിക്കും. അപ്പൊ അത് കണക്കാക്കി നമ്മൾ എഴുതണം. അപ്പൊ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, എങ്കിലും അതിന്റെ ആശയം നോക്കിയാൽ, അർത്ഥം നോക്കി നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടേ നമ്മളത് ആൻസർ ചെയ്യാവും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ 3 മാർക്കിനും ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അത്തരം കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് തീർച്ചയായും ചോദിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നന്നായിട്ട് ആ ചാപ്റ്റർ 2-3 തവണ വായിച്ച് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി വർക്ക് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ഐഡിയയിൽ കുറെ കാര്യങ്ങൾ കൂടി ചിന്തിച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.